Using canonical decomposition of 168 and 180, find the GCD of 168 and 180. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 168ൻ്റെയും 180യുടെയും ജി സി ഡി കാണാനാണ്. എന്തുപയോഗിച്ചിട്ട്? അതിൻ്റെ കനോണിക്കൽ ഡീകമ്പോസിഷൻ ഉപയോഗിച്ചിട്ട്. ഓക്കെ, അപ്പോൾ കനോണിക്കൽ ഡീകമ്പോസിഷൻ ഉപയോഗിച്ചിട്ട് ജി സി ഡി കാണുമ്പോൾ നമ്മൾ ഫസ്റ്റ് 168ൻ്റെയും 180ൻ്റെയും കണ്ടു. അപ്പോൾ 168ൻ്റെ കനോണിക്കൽ ഡീകമ്പോസിഷൻ എഴുതാം. 168ൻ്റെ കനോണിക്കൽ ഡീകമ്പോസിഷൻ എന്താ വരിക? 2 ക്യൂബ് ഇൻറ്റു 3 ഇൻറ്റു 7. 168ന് പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് ആയിട്ട് എഴുതുമ്പോൾ 2 ക്യൂബ് ഇൻറ്റു 3 ഇൻറ്റു 7 എന്ന് കിട്ടും. 180ൻ്റെ കനോണിക്കൽ ഡീകമ്പോസിഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അതെന്താ വരിക? 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5 എന്ന് കിട്ടും. ഇനി ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് 168ൻ്റെയും 180യുടെയും ജി സി ഡി എഴുതണമെങ്കിൽ ഇവിടെ ജി സി ഡി ഓഫ് 168 ആൻഡ് 180 ഈക്വൽ ടു, നോക്കൂ, 168ൻ്റെ കനോണിക്കൽ ഡീകമ്പോസിഷൻ ഇതാണ്, 180യുടേത് ഇതുമാണ്. അപ്പോൾ ഇതിൽ രണ്ടിലും 2ൻ്റെ ടേംസ് ഉണ്ട് അല്ലേ? ഇവിടെ എന്താണ്? 180യിൽ എന്താണുള്ളത്? 2 സ്ക്വയറാണ്. 168ൽ എന്താണുള്ളത്? 2 ക്യൂബാണ്. ഓക്കെ, ഇവിടെ എന്തുണ്ട്? 2 സ്ക്വയറും ഇവിടെ 2 ക്യൂബും ആണുള്ളത്. അപ്പോൾ രണ്ടിലും 2 ഉണ്ട്. ഇവിടെ 2 സ്ക്വയറും ഇവിടെ 2 ക്യൂബും. അതായത് രണ്ടിലും കോമൺ ആയിട്ട് എത്ര 2 വരുന്നുണ്ട്? ഇവിടെ 2 ക്യൂബ് ഉണ്ട്, ഇവിടെ 2 സ്ക്വയറും ഉണ്ട്. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് എന്താണ്? 2 സ്ക്വയറാണ് അല്ലേ? രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് 2 സ്ക്വയർ. ഇവിടെ ഒരു 2 എക്സ്ട്രാ ഉണ്ട്. പക്ഷെ ഇവിടെ രണ്ടിലും കോമൺ ആയിട്ട് എന്തേ വരുന്നുള്ളൂ? 2 സ്ക്വയറേ വരുന്നുള്ളൂ. സോ അതിൻ്റെ ജി സി ഡിയിൽ എന്ത് വരും? 2 സ്ക്വയർ വരും. ഇനി അടുത്തത് 3യുടെ ടേംസ് നോക്കൂ. ഇവിടെ 3യും ഇവിടെ 3 സ്ക്വയറും ആണുള്ളത്. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് എന്താണ്? 3 ആണ് അല്ലേ? ഇവിടെ 180യിൽ എന്തുണ്ട്? ഒരു 3 എക്സ്ട്രാ ഉണ്ട്. പക്ഷേ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് എന്തേ ഉള്ളൂ? ഒരു 3 ഉള്ളൂ. സോ ആ 3 അത് ഇൻറ്റു 3. ഇനി അടുത്ത് നോക്കൂ, 7. 168ൻ്റെ ഡീകമ്പോസിഷനിൽ എന്തുണ്ട്? 7 ഉണ്ട്. പക്ഷേ 180യുടേതിൽ 7 ഇല്ല. സോ അതിൻ്റെ ജി സി ഡി എഴുതുമ്പോൾ അവിടെ നമ്മൾ 7നെ കൺസിഡർ ചെയ്യില്ല. അടുത്തത് 180ൻ്റെയിൽ എന്തുണ്ട്? 5 ഉണ്ട്. പക്ഷേ 168ൻ്റെയിൽ 5 ഇല്ല. സോ അതിൻ്റെ ജി സി ഡി എഴുതുമ്പോൾ ആ 5നെയും നമ്മൾ കൺസിഡർ ചെയ്യില്ല. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും കനോണിക്കൽ ഡീകമ്പോസിഷൻ എഴുതിയിട്ട് അതിൽ കോമൺ ആയിട്ട് വരുന്ന ടേംസിനെ മാത്രം എടുത്ത് പ്രൊഡക്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ജി സി ഡി കിട്ടും. ഓക്കെ, സോ 168 180യുടെ ജി സി ഡി എന്താണ്? 2 സ്ക്വയർ ഇൻറ്റു 3 ആയിരിക്കും. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു റിസൾട്ട് പറയാം. ലെറ്റ് എ ഈക്വൽ ടു P1 റേസ് ടു A1, P2 റേസ് ടു A2, എക്സെട്ര Pn റേസ് ടു An, ആൻഡ് ബി ഈക്വൽ ടു P1 റേസ് ടു B1, P2 റേസ് ടു B2, എക്സെട്ര Pn റേസ് ടു Bn. രണ്ട് നമ്പേഴ്സ് എയും ബിയും ഉണ്ട്. അതിൻ്റെ കനോണിക്കൽ ഡീകമ്പോസിഷനാണ് ഈ എഴുതിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ജി സി ഡി ഓഫ് എ ബി എന്ന് പറയുന്നത് എന്താവും? P1 റേസ് ടു മിനിമം ഓഫ് A1 B1, P2 റേസ് ടു മിനിമം ഓഫ് A2 B2, എക്സെട്ര Pn റേസ് ടു മിനിമം ഓഫ് An Bn ആയിരിക്കും അല്ല? ഇവിടെ P1 രണ്ടിലുണ്ട്. P1 റേസ് ടു A1 ആണ് ഇവിടെ, P1 റേസ് ടു B1 ആണ്. അപ്പോൾ അതിൻ്റെ ജി സി ഡിയിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള ടേംസ് ആണ് വരിക. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? മിനിമം ഓഫ് A1. A1ൻ്റെയും B1ൻ്റെയും മിനിമം ആയിട്ട് വരുന്നത് ഏതാണോ? ചെറുതായിട്ട് A1ലും B1ലും ചെറുതായിട്ട് ഏതാണോ വരുന്നത് അതായിരിക്കും P1ൻ്റെ പവറായിട്ട് ജി സി ഡിയിൽ വരിക. സോ മിനിമം ഓഫ് A1, B1. അങ്ങനെ നമുക്ക് ജി സി ഡി ഓഫ് എ ബി എന്താണ്? അപ്പോൾ P1 റേസ് ടു മിനിമം ഓഫ് A1 B1, P2 റേസ് ടു മിനിമം ഓഫ് A2 B2, എക്സെട്ര Pn റേസ് ടു മിനിമം ഓഫ് An Bn. നെക്സ്റ്റ് ലെമ്മ എന്താണ് പറയുന്നത്? ദ പ്രൊഡക്റ്റ് ഓഫ് എനി 2 ഇൻറ്റീജേഴ്സ് ഓഫ് ദ ഫോം 4n + 1 ഈസ് ആൾസോ ഓഫ് ദ സെയിം ഫോം. പ്രൊഡക്റ്റ് ഓഫ് എനി 2 ഇൻറ്റീജേഴ്സ് ഓഫ് ദ ഫോം 4n + 1. അതായത് രണ്ട് ഇൻറ്റീജേഴ്സ് എ ബി എന്ന് പറയുന്ന രണ്ട് ഇൻറ്റീജേഴ്സ് ഉണ്ട്. അതിൻ്റെ ഫോം എന്താണ്? 4n + 1. 4n + 1 ഫോമിലുള്ള രണ്ട് ഇൻറ്റീജേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റും എന്ത് ഫോമിൽ തന്നെയാവും വരിക? 4n + 1 എന്ന ഫോമിൽ തന്നെയാവും. ഓക്കെ, അപ്പോൾ അത് പ്രൂവ് ചെയ്യാണ്. ലെറ്റ് എ ആൻഡ് ബി ബി എനി 2 ഇൻറ്റീജേഴ്സ് ഓഫ് ദ ഫോം 4n + 1. എയും ബിയും എന്താണ്? 4n + 1 എന്ന ഫോമിലുള്ള രണ്ട് ഇൻറ്റീജേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കാണിക്കേണ്ടത്? എ ഇൻറ്റു ബിയും എന്തായിരിക്കും? 4n + 1 എന്ന ഫോമിലാണെന്ന് കാണിക്കാം. അപ്പോൾ എ ഈക്വൽ ടു 4l + 1 ആണെന്ന് എടുത്തു, ആൻഡ് ബി ഈക്വൽ ടു 4n + 1 ഫോർ സം ഇൻറ്റീജേഴ്സ് എൽ ആൻഡ് എം. എയും ബിയും എന്ത് ഫോമിലാണ്? 4n + 1 എന്നുള്ള ഫോമിലാണ്. സോ എ ഈസ് ഈക്വൽ ടു 4l + 1. എൽ എന്താണ്? ഒരു ഇൻറ്റീജറാണ്. ബി ഈസ് ഈക്വൽ ടു 4m + 1 എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ എ ഇൻറ്റു ബി എന്താണ്? 4l + 1 ഇൻറ്റു 4m + 1 അല്ലേ? ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എന്താ വരിക? 4l ഇൻറ്റു 4m, ദാറ്റ് ഈസ് 16lm + 4l ഇൻറ്റു 1 4l + 1 ഇൻറ്റു 4m + 4m + 1 ഇൻറ്റു 1, ദാറ്റ് ഈസ് 1. ഓക്കെ,
ഇനി ഇതിൽ നിന്നും ഈ ഫസ്റ്റത്തെ മൂന്നിൽ നിന്നും എന്താണ് 4 നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം അല്ലേ. 4 പുറത്തേക്ക് എടുത്താൽ എന്താ വരിക 4 ഇൻറ്റു 4LM പ്ലസ് എൽ പ്ലസ് എം പ്ലസ് എന്തും കൂടി ഉണ്ട്, ഇവിടെ ഒരു 1ൻ്റെ ടേമും കൂടി ഉണ്ട്. സോ ഇവിടെ എന്ത് വരും പ്ലസ് 1 എന്നും കൂടി വരും. ഇവിടെ ഒരു പ്ലസ് 1ഉം കൂടി ഉണ്ട് കേട്ടോ. ഈ 1 നമ്മൾ 1ൽ 4ൻ്റെ ടേം 4 ഇല്ല അല്ലേ. സോ 1 നമ്മൾ 4 പുറത്തേക്ക് എടുക്കുമ്പോൾ പ്ലസ് 1 എന്താ ഉണ്ടാവും അതിൻ്റെ പുറത്ത് വരും. സോ 4 ഇൻറ്റു 4LM പ്ലസ് എൽ പ്ലസ് എം പ്ലസ് 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് 4LM പ്ലസ് എൽ പ്ലസ് എം. ഇവിടെ എല്ലും എമ്മും ഒക്കെ ഇൻറ്റീജേഴ്സാണ്. സോ 4LM പ്ലസ് എൽ പ്ലസ് എം എന്താവും അതൊരു ഇൻറ്റീജർ ആവും. ആ ഇൻറ്റീജറിനെ നമ്മൾ കെ എന്നെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം 4K പ്ലസ് 1 എന്ന ഫോമിൽ എഴുതാം. അതായത് എന്താ കിട്ടിയത് എ ബി എന്ന് നമുക്ക് എന്തെഴുതാൻ പറ്റും 4K പ്ലസ് 1 എന്ന ഫോമിൽ എഴുതാൻ പറ്റും. വെർ K ഈസ് ആൻ ഇൻറ്റീജർ. ദാറ്റ് ഈസ് എ ബി. എയുടെയും ബിയുടെയും പ്രൊഡക്റ്റായ എ ബി എന്താണ് 4n പ്ലസ് 1 എന്ന ഫോമിൽ തന്നെയാണ്. സോ രണ്ട് ഇൻറ്റീജേഴ്സ് എ ബി അത് എയും ബിയും 4n പ്ലസ് 1 ഫോമിലാണെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റ് എ ബിയും എന്താവും 4n പ്ലസ് 1 എന്ന ഫോമിലാവും. നെക്സ്റ്റ് ഒരു തിയറാണ്. തിയറം പറയുന്നത് ദർ ആർ ഇൻഫൈനൈറ്റ്ലി മെനി പ്രൈംസ് ഓഫ് ദ ഫോം 4n പ്ലസ് 3. എന്താ പറയുന്നത് ദർ ആർ ഇൻഫൈനൈറ്റ്ലി മെനി പ്രൈംസ് ഓഫ് ദ ഫോം 4n പ്ലസ് 3. 4n പ്ലസ് 3 എന്ന ഫോമിലുള്ള എന്തുണ്ട് ഇൻഫൈനൈറ്റ്ലി മെനി പ്രൈംസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ 4n പ്ലസ് 3 ആ ഫോമിലുള്ള ഒരുപാട് ഇൻഫൈനൈറ്റ്ലി മെനി പ്രൈംസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കേണ്ടത്. സോ നമ്മളിത് എന്താണ് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ സോ നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കൺസിഡർ ചെയ്യണമല്ലേ. ദാറ്റ് ഈസ് ദർ ആർ ഓൺലി ഫൈനൈറ്റ്ലി മെനി പ്രൈംസ് ഓഫ് ദ ഫോം 4n പ്ലസ് 3. ഇൻഫൈനൈറ്റ്ലി മെനി പ്രൈംസ് ഓഫ് ദ ഫോം 4n പ്ലസ് 3 ഉണ്ട് എന്നാണ് കാണിക്കേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്തു അതിൽ ഓൺലി ഫൈനൈറ്റ് പ്രൈംസ് ഉള്ളൂ ഓഫ് ദ ഫോം 4n പ്ലസ് 1. 4n പ്ലസ് 3 ഫോമിലുള്ള ഫൈനൈറ്റ് പ്രൈംസ് മാത്രമേ ഉള്ളൂ എന്ന് കൺസിഡർ ചെയ്തു. അപ്പോൾ ഫൈനൈറ്റ് പ്രൈംസ് ആണെങ്കിൽ നമുക്കത് എണ്ണം പറയാം അല്ലേ. സോ ആ ഫൈനൈറ്റ് പ്രൈംസ് P0 P1 P2 എക്സെട്ര PK ആണ് നിർത്തുക. അതായത് 4n പ്ലസ് 3 ഫോമിൽ എഴുതാൻ പറ്റുന്ന ഫൈനൈറ്റ് നമ്പർ ഓഫ് പ്രൈംസേ ഉള്ളൂ. ആൻഡ് ആ പ്രൈംസ് ഏതൊക്കെയാണ് P0 P1 P2 എക്സെട്ര PK. ഓക്കെ ഇതതിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് എഴുതിയിട്ടുള്ളത്. അതായത് 4n പ്ലസ് 3 എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ പറ്റുന്ന ഏറ്റവും ചെറിയ പ്രൈമാണ് P0, അടുത്ത പ്രൈം P1, പിന്നത്തെ പ്രൈം P2 എക്സെട്ര 4n പ്ലസ് 3 എന്ന ഫോമിൽ എഴുതാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രൈമാണ് ഏത് PK. സോ അതിൻ്റെ ആ ഇൻക്രീസിങ് ഓർഡറിലാണ് എഴുതിയിട്ടുള്ളത്. 4n പ്ലസ് 3 എന്ന ഫോമിൽ എഴുതാൻ പറ്റുന്ന പ്രൈംസ് അതിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് എഴുതിയിട്ടുള്ളത്. അല്ല ഏറ്റവും ചെറുത് P0ഉം ഏറ്റവും വലുത് ഏതാണ് PKയുമാണ്. അങ്ങനെ ആകുമ്പോൾ P0 ഈക്വൽ ടു എന്താവും 3 ആവും അല്ലേ. 4n പ്ലസ് 3 എന്ന ഫോമിൽ എഴുതാൻ പറ്റുന്ന ഏറ്റവും ചെറിയ പ്രൈം ഏതാണ് 3 ആണ് അല്ലേ. 4n പ്ലസ് 3 n ഇസ് ഈക്വൽ ടു 0 കൊടുത്താൽ എന്താ വരെ 4 ഇൻറ്റു 0 പ്ലസ് 3 ദാറ്റ് ഇസ് ഈക്വൽ ടു 3. സോ n ഈക്വൽ ടു 0 ആകുമ്പോൾ 4n പ്ലസ് 3 എന്താണ് 3 ആണ്. സോ 4n പ്ലസ് 3 എന്ന ഫോമിൽ എഴുതാൻ പറ്റുന്ന ഏറ്റവും ചെറിയ പ്രൈം ഏതാണ് 3 ആണ്. അപ്പോൾ P0 എന്താണ് P0 ഈക്വൽ ടു 3. കൺസിഡർ n ഈക്വൽ ടു 4P1 ഇൻറ്റു P2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു PK പ്ലസ് 3. നമ്മളൊരു ക്യാപിറ്റൽ n പറയുന്ന ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ഡിഫൈൻ ചെയ്യാണ്. n എന്താണ് 4 ഇൻറ്റു P1 ഇൻറ്റു P2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു PK പ്ലസ് 3 അല്ലേ. അങ്ങനെ നമ്മളത് ഡിഫൈൻ ചെയ്തു. എന്നിനെ നമ്മളങ്ങനെ ഡിഫൈൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ n നോക്കൂ n ഏത് ഫോമിലാണ് 4n പ്ലസ് 3 എന്നുള്ള ഫോമിലാണ് അല്ലേ. കാരണം എന്താണ് P1ഉം P2ഉം P3 എക്സെട്ര PK ഇതൊക്കെ എന്താണ് പ്രൈം നമ്പേഴ്സാണ്. അതായത് അതെല്ലാം എന്താണ് ഇൻറ്റീജേഴ്സാണ്. സോ അതിൻ്റെ പ്രൊഡക്റ്റ് P1 ഇൻറ്റു P2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു PK അതൊരു ഇൻറ്റീജർ ആവും അല്ലേ. സോ അത് നമുക്കൊരു n എന്ന് പറയാം. n എന്നൊരു ഇൻറ്റീജർ കിട്ടും. ദാറ്റ് ഈസ് 4n പ്ലസ് 3. സോ n എന്താണ് ക്യാപിറ്റൽ n എന്താണ് 4n പ്ലസ് 3 ഫോമിലാണ്. ആൻഡ് ക്യാപിറ്റൽ n എന്താവും ഗ്രേറ്റർ ദാൻ PK ആവും അല്ലേ. അതിനെന്താണ് P1 ഇൻറ്റു P2 ഇൻറ്റു PK ഇൻറ്റു 4 പ്ലസ് 3 ആണ് n. അപ്പോൾ അതെന്തായാലും ക്ലിയർലി അതെന്താണ് PKനേക്കാളും വലിയൊരു നമ്പറാണ്. സോ ഈ n ഇസ് ഈക്വൽ ടു 4P1 ഇൻറ്റു P2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു PK പ്ലസ് 3 എന്ന് പറയുന്ന ഈ നമ്പർ എന്താണ് ഗ്രേറ്റർ ദാൻ PK ആണ്. ആൻഡ് അത് എന്ത് ഫോമിലാണ് 4n പ്ലസ് 3 എന്ന ഫോമിലുമാണ്. ഓക്കെ ഇനി ഫസ്റ്റ് കേസ് ഇഫ് n ഇറ്റ്സെൽഫ് വുഡ് ബി എ പ്രൈം. അതായത് n ഒരു പ്രൈം ആണെങ്കിൽ നമ്മളൊരു പോസിറ്റീവ് ഇൻറ്റീജർ n-നെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അല്ലേ. നമ്മളിവിടെ ഒരു പോസിറ്റീവ് ഇൻറ്റീജർ n എന്താണ് 4 ഇൻറ്റു P1 ഇൻറ്റു P2 ഇൻറ്റു എക്സെട്ര PK പ്ലസ് 3 എന്ന് പറയുന്നത് എന്താണ് ഒരു പോസിറ്റീവ് ഇൻറ്റീജറാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ n എന്തൊക്കെയാവാം n ഒന്നെങ്കിൽ
പ്രൈം ആവാം, അല്ലെങ്കിൽ n എന്താവാം, കോമ്പോസിറ്റ് ആവാം. ഫസ്റ്റ് നമ്മൾ n പ്രൈം ആണെന്ന് കൺസിഡർ ചെയ്തു. അപ്പോൾ n പ്രൈം ആണെങ്കിൽ n നമുക്ക് എന്തറിയാം, n 4n+3 എന്ന ഫോമിലാണ് അല്ലേ. n എന്താണ്, ഇറ്റ് ഈസ് ഓഫ് ദ ഫോം 4n+3. സോ n എന്താണ്, ഇറ്റ് ഈസ് എ പ്രൈം ഓഫ് ദ ഫോം 4n+3 ആണ്. ആൻഡ് n എന്താണ്, നമുക്കറിയാം n ഈസ് ഗ്രേറ്റർ ദാൻ പി കെ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, n എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്ത ഈ n ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ ഇറ്റ് ഈസ് എ പ്രൈം നമ്പർ ഓഫ് ദ ഫോം 4n+3 ആൻഡ് ഗ്രേറ്റർ ദാൻ പി കെ. പക്ഷെ പി കെ എന്തായിരുന്നു, പി കെ നമ്മൾ എന്താ കൺസിഡർ ചെയ്തിരുന്നത്, P0 P1 എക്സെട്ര പി കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, 4n+3 എന്ന ഫോമിൽ എഴുതാൻ പറ്റുന്ന പ്രൈമുകൾ അല്ലേ. 4n+3 നമ്മൾ അസംഷൻ എന്തായിരുന്നു, 4n+3 എന്ന ഫോമിൽ എഴുതാൻ പറ്റുന്ന ആകെ ഫൈനൈറ്റ് നമ്പർ ഓഫ് പ്രൈംസേ ഉള്ളൂ. അതാണ് P0 P1 P2 എക്സെട്ര പി കെ. അത് നമ്മൾ എന്ത് പറഞ്ഞു, ഇത് അതിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ്. അതായത് P0 4n+3 എന്ന ഫോമിൽ എഴുതാൻ പറ്റുന്ന ഏറ്റവും ചെറിയ പ്രൈം P0, അടുത്തത് P1 എക്സെട്ര അങ്ങനെ എഴുതാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രൈമാണ് പി കെ എന്ന്. അപ്പോൾ നമുക്കിവിടെ എന്താ കിട്ടിയത്, ഇവിടെ നമ്മൾ n is equal to ഇങ്ങനെ ഒരു നമ്പർ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് 4n+3 എന്ന ഫോമിലുമാണ് ആൻഡ് പി കെനേക്കാളും വലുതാണ്. അപ്പോൾ ഈ n ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ നമുക്കിവിടെ എന്ത് കിട്ടി, n പ്രൈം ആണെന്ന് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 4n+3 എന്ന ഫോമിൽ എഴുതാൻ പറ്റുന്ന ഒരു പ്രൈം നമ്പർ കിട്ടി, പി കെനേക്കാളും വലുത്. അപ്പോൾ അതെന്താണ്, അതൊരു കോൺട്രഡിക്ഷൻ ആണ്. കാരണം പി കെ എന്ന് പറഞ്ഞാൽ 4n+3 എന്ന ഫോമിൽ എഴുതാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രൈം നമ്പറാണ്. സോ ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ. ഓക്കെ, അപ്പോൾ n ഒരു പ്രൈം ആണ് എന്ന് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഒരു കോൺട്രഡിക്ഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുക, n കോമ്പോസിറ്റ് ആണ് എന്ന് സപ്പോസ് ചെയ്യുക. n പ്രൈം ആണെന്ന് കൺസിഡർ ചെയ്തപ്പോൾ നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടി, അതുകൊണ്ട് n പ്രൈം ആവില്ല. ഇത് നമ്മൾ എന്താണ്, n ഒരു കോമ്പോസിറ്റ് ആണെന്ന് എന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് വേണം, ഒരു കോൺട്രഡിക്ഷൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. Okay, so since n is odd, every factor of n is of the form 4n+1 or 4n+3. ഓക്കെ, അപ്പോൾ ഇവിടെ n എന്താണ്, n ഈസ് ഓഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിൻ്റെ ഫോം എന്താണ്, n ഈസ് 4 ഇൻറ്റു P1 ഇൻറ്റു P2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു PK+3. ഇതാണ് n എന്ന് പറയുന്ന നമ്പർ അല്ലേ. 4 ഇൻറ്റു P1 ഇൻറ്റു P2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു PK+3. ഇതെന്താണ്, ക്ലിയർലി ദിസ് ഈസ് എൻ ഓഡ് നമ്പർ അല്ലേ. +3 4 ഇൻറ്റു P1 ഇൻറ്റു P2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു PK എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു അതൊരു മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം എന്താവും, ഈവൺ ആയിരിക്കും. +3 ഒരു ഈവൺ നമ്പറിൻ്റെ കൂടെ നമ്മൾ 3 ആഡ് ചെയ്തു, അപ്പോൾ അതെന്താവും, അതെന്തായാലും ഒരു ഓഡ് നമ്പർ ആവും അല്ലേ. സോ n എന്താണ്, ഒരു ഓഡ് നമ്പറാണ്. n ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. ഇനി നമ്മൾ n എന്താണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, 4 ഇൻറ്റു P1 ഇൻറ്റു P2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു PK+3. സോ n എന്താണ്, n ഈസ് എൻ ഓഡ് നമ്പർ. ഓക്കെ, അപ്പോൾ n ഓഡ് നമ്പർ ആയതുകൊണ്ട് തന്നെ, കോമ്പോസിറ്റ് നമ്പർ ആയതുകൊണ്ട് അതിന് എന്തുണ്ടാവും, ഫാക്ടേഴ്സ് ഉണ്ടാവും. അപ്പം ഇനി n ഓഡ് ആയതുകൊണ്ട് എന്നിൻ്റെ ഫാക്ടേഴ്സിൻ്റെയൊക്കെ ഫോം എന്തായിരിക്കും, 4n+1 അല്ലെങ്കിൽ 4n+3 ആയിരിക്കും. അതൊരു റിസൾട്ടാണ്. ഒരു ഓഡ് നമ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫാക്ടേഴ്സ് വിൽ ബി ഓഫ് ദ ഫോം 4n+1 ഓർ 4n+3. അപ്പോൾ എന്നിൻ്റെ എല്ലാ ഫാക്ടേഴ്സും എന്താവും, 4n+1 അല്ലെങ്കിൽ 4n+3 എന്ന ഫോമിലായിരിക്കും. ഓക്കെ, സോ n ഓഡ് ആയതുകൊണ്ട് എന്നിൻ്റെ എല്ലാ ഫാക്ടേഴ്സും എന്തായിരിക്കും, 4n+1 അല്ലെങ്കിൽ 4n+3 എന്ന ഫോമിലായിരിക്കും. സപ്പോസ് ദാറ്റ് എവറി ഫാക്ടർ ഓഫ് n ഈസ് ഓഫ് ദ ഫോം 4n+1. നമ്മൾ സപ്പോസ് ചെയ്യാണ് എന്നിൻ്റെ എല്ലാ ഫാക്ടേഴ്സും 4n+1 എന്ന ഫോമിലാണ് എങ്കിൽ. ഓക്കെ, അപ്പോൾ എന്നിൻ്റെ എല്ലാ ഫാക്ടേഴ്സും n ഇസ് ഈക്വൽ ടു a ഇൻറ്റു ബി. എയും ബിയും എന്നിൻ്റെ രണ്ട് ഫാക്ടേഴ്സാണ് വിചാരിച്ചു. അങ്ങനെ ആകുമ്പോൾ എന്നിൻ്റെ രണ്ട് ഫാക്ടേഴ്സാണ് എയും ബിയും. നമ്മൾ എന്താണ് സപ്പോസ് ചെയ്തിട്ടുള്ളത്, എവറി ഫാക്ടർ ഓഫ് n ഈസ് ഓഫ് ദ ഫോം 4n+1. എന്നിൻ്റെ എല്ലാ ഫാക്ടേഴ്സും എന്താണ്, 4n+1 എന്ന ഫോമിലാണ്. അപ്പോൾ ഈ എയും ബിയും എന്താണ്, എന്നിൻ്റെ ഫാക്ടേഴ്സാണ്. അപ്പോൾ ഈ എയും ബിയും എന്താവും, 4n+1 എന്ന ഫോമിലായിരിക്കും. സോ എ ഇസ് ഈക്വൽ ടു ഒരു 4l+1 ആണ് ആൻഡ് ബി ഇസ് ഈക്വൽ ടു സം 4m+1 ആണെങ്കിൽ എ ഇൻറ്റു ബി എന്താവും, 4l+1 ഇൻറ്റു 4m+1. അത് ഈക്വൽ ടു എന്താണ്, n ആണ് അല്ലേ. സോ n ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും, നമുക്കറിയാം രണ്ട് നമ്പേഴ്സ് 4n+1 എന്ന ഫോമിലാണെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റ് എയും ബിയും
4n+1 എന്ന ഫോമിലാണെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റും എന്താവും? അതിൻ്റെ പ്രൊഡക്റ്റും 4n+1 എന്ന ഫോമിലാവും. സോ എയും ബിയും എന്നിൻ്റെ ഫാക്ടർ ആണെങ്കിൽ a ഇൻറ്റു ബി എന്താണ്? n ആണ്. പക്ഷേ ഇവിടെ എയും ബിയും എന്താണ്? 4n+1 ഫോമിലായതുകൊണ്ട് a ഇൻറ്റു ബിയും എന്താവണം? 4n+1 എന്ന ഫോമിലാവണം, നമ്മൾ നേരത്തെ പറഞ്ഞ ലെമ്മ വെച്ചിട്ട്. സോ n എന്താണെന്ന് കിട്ടും അങ്ങനെ ആകുമ്പോൾ 4n+1 എന്ന ഫോമിലാണ്. അതായത് എന്നിൻ്റെ എല്ലാ ഫാക്ടേഴ്സും എന്നിൻ്റെ ഫാക്ടേഴ്സ് എല്ലാം ഒന്നെങ്കിൽ 4n+1 ഫോമിൽ അല്ലെങ്കിൽ 4n+3 എന്ന ഫോമിലായിരിക്കും. അപ്പോൾ അതിൻ്റെ എല്ലാ ഫാക്ടേഴ്സും നമ്മൾ സപ്പോസ് ചെയ്തു 4n+1 ഫോമിലാണെങ്കിൽ എന്നും എന്താവും? 4n+1 എന്ന ഫോമിലാവും. അപ്പോൾ അതെന്താണ്? ഒരു കോൺട്രഡിക്ഷൻ ആണ് അല്ലേ? കാരണം എന്ന് നമുക്കറിയാം n ഈസ് ഓഫ് ദ ഫോം 4n+3. n എന്താണ്? 4n+3 ഫോമിലുള്ളതാണ്. അപ്പോൾ ഇതൊരു കോൺട്രഡിക്ഷനാണ്. അതുകൊണ്ട് തന്നെ എന്നിൻ്റെ എല്ലാ ഫാക്ടേഴ്സും എന്താവാൻ കഴിയില്ല? 4n+1 എന്ന ഫോമിലാവാൻ പറ്റില്ല. എന്നിൻ്റെ എല്ലാ ഫാക്ടേഴ്സും എന്താവാൻ പറ്റില്ല? 4n+1 എന്ന ഫോമിലാവാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ പ്രൈം ഫാക്ടേഴ്സ് സേ പി മസ്റ്റ് ബി ഓഫ് ദ ഫോം 4n+3. അതായത് എന്നിൻ്റെ ഒരു പ്രൈം ഫാക്ടറെങ്കിലും, അതായത് പി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട് എന്നിന് വിചാരിച്ചു, അതെങ്കിലും എന്താവണം? 4n+3 എന്ന ഫോമിലാണ്. എല്ലാതും 4n+1 ഫോമിലാവാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് എന്ത് ഫോമിലാവാൻ പറ്റുള്ളൂ? 4n+3. കാരണം എന്നിൻ്റെ എല്ലാ ഫാക്ടേഴ്സും ഒന്നെങ്കിൽ 4n+1 ഫോമിൽ അല്ലെങ്കിൽ 4n+3 ഫോമില. സോ എല്ലാതും 4n+1 ആവാൻ പറ്റില്ലെങ്കിൽ ഏതെങ്കിലും ഒന്നെങ്കിലും എന്താവണം? 4n+3 എന്ന ഫോമിൽ വരണം. അത് നമ്മൾ പി ആയിട്ട് കൺസിഡർ ചെയ്തു. ആ ഫാക്ടർ, അതായത് എന്നിൻ്റെ ഒരു ഫാക്ടർ പി ഉണ്ട്, അതെന്ത് ഫോമിലാണ്? 4n+3 ഫോമിലാണ്. പി എന്താണ്? ഇറ്റ് ഈസ് എ പ്രൈം നമ്പർ ഓഫ് ദ ഫോം 4n+3. 4n+3 ഫോമിലുള്ള ഒരു പ്രൈം നമ്പറാണത് പി. പക്ഷെ നമുക്കറിയാം 4n+3 ഫോമിലുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? p0. നമ്മളെങ്ങനെ സപ്പോസ് ചെയ്തിട്ടുള്ളത് ഫൈനൈറ്റ് നമ്പർ ഓഫ് പ്രൈംസേ ഉള്ളൂ 4n+3 ഫോമിലുള്ളത്. അത് ഏതൊക്കെയാണ്? p0, p1 എക്സെട്ര pk. ഇതാണ് എന്ത്? 4n+3 ഫോമിലുള്ള ആകെ പ്രൈംസ് എന്നാണ് നമ്മൾ സപ്പോസ് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ പി എന്ന് പറയുന്നതും 4n+3 ഫോമിലുള്ള ഒരു പ്രൈമാണ്. ആൻഡ് 4n+3 ഫോമിലുള്ള ആകെ പ്രൈംസ് ഏതൊക്കെയാണ്? p0, p1 എക്സെട്ര pk. അങ്ങനെയാകുമ്പോൾ ഈ പി പറയുന്നത് ഇതിലുള്ള ഏതെങ്കിലും ഒന്നാവാം. ഒന്നെങ്കിൽ p0 ആവാം, അല്ലെങ്കിൽ p1 ആവാം, എക്സെട്ര pk. ഇതിലേതെങ്കിലും ഒന്നാവാം. സപ്പോസ് ദാറ്റ് p ഈക്വൽ ടു p0. ഫസ്റ്റ് നമ്മൾ p ഈക്വൽ ടു p0 ആണെന്ന് എടുത്തു. p0 എന്താണ്? നമുക്കറിയാം 3 ആണ്. അതായത് p ഈക്വൽ ടു p0, ദാറ്റ് ഈസ് p ഈക്വൽ ടു എന്താണ്? 3 എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ ദെൻ 3 ഡിവൈഡ്സ് n അല്ലേ? എന്നിൻ്റെ ഒരു പ്രൈം ഫാക്ടറാണ് എന്ത്? പി, അതായത് 3. പി ഈക്വൽ ടു 3 ആണ്. സോ എന്നിൻ്റെ ഒരു പ്രൈം ഫാക്ടറാണ് 3. അതായത് 3 ഇൻറ്റു സംതിങ്, ഒരു എ അല്ലെങ്കിൽ ബി, 3 ഇൻറ്റു എം എന്നെടുത്ത് വിചാരിച്ചു. ഓക്കെ, ഒരു ഇൻറ്റിജർ എം ഉണ്ട്. ഇപ്പോൾ എന്നിൻ്റെ ഒരു പ്രൈം ഫാക്ടറാണ് 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ഡിവൈഡ്സ് n അല്ലേ? n, സോ 3 ഡിവൈഡ്സ് n ആണ്. ആൻഡ് സോ 3 ഡിവൈഡ്സ് n മൈനസ് 3 അല്ലേ? 3 ഡിവൈഡ്സ് n ആണ്. ഇനി നമുക്ക് എന്തറിയാം? 3 ഡിവൈഡ്സ് 3 ആണ്. സോ നമുക്ക് ഇവിടുന്ന് എന്തെഴുതാം? 3 എന്നിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്, 3നെയും ഡിവൈഡ് ചെയ്യും. സോ 3 ഡിവൈഡ്സ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് n ആൻഡ് 3. അതായത് 3 എന്ത് ചെയ്യും? n-3. n-3 എന്ന് പറഞ്ഞാൽ എന്താ? എന്നിൻ്റെയും 3യുടെയും ഒരു ലീനിയർ കോമ്പിനേഷൻ. സോ 3 ഡിവൈഡ്സ് n-3. ഈ n-3 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ഇൻറ്റു p1 ഇൻറ്റു p2 ഇൻറ്റു എക്സെട്ര pk. അതായത് 3 എന്ത് ചെയ്യും? ഡിവൈഡ്സ് 4 ഇൻറ്റു p1 ഇൻറ്റു p2 ഇൻറ്റു എക്സെട്ര pk. ഇന്നലെ നമ്മളൊരു റിസൾട്ട് പറഞ്ഞിരുന്നു. if p divides a1 into a2 into etc into ak, then എന്തായിരിക്കും? p divides ai ആയിരിക്കും where 1 less than or equal to I less than or equal to k. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രൈം പി എന്ത് ചെയ്യണം? അതിലുള്ള ഏതെങ്കിലും ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യണം. സോ ഇവിടെ നമുക്ക് 3 ഡിവൈഡ്സ് 4 ഇൻറ്റു p1 ഇൻറ്റു p2 ഇൻറ്റു എക്സെട്ര pk എന്ന് കിട്ടിയാൽ എയ്തർ എന്ത് കിട്ടണം? 3 ഡിവൈഡ്സ് 4 ഓർ 3 ഡിവൈഡ്സ് pi ഏതൊക്കെയാണ്? 1 2 3 എക്സെട്ര k. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I ലെസ് ദാൻ ഓർ ഈക്വൽ ടു k. ആൻഡ് നോക്കൂ, 3 ഡിവൈഡ്സ് 4 ഇത് പോസിബിൾ ആണോ? ഇത് പോസിബിൾ അല്ല. 3 ഡസ് നോട്ട് ഡിവൈഡ്സ് 4. സോ ദിസ് ഈസ് നോട്ട് പോസിബിൾ. പിന്നെന്താണ്? അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? 3 ഡിവൈഡ്സ് pi ചെയ്യണം. 3 ഡിവൈഡ്സ് pi ഫോർ സം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I ലെസ് ദാൻ ഓർ ഈക്വൽ ടു k. പക്ഷെ ഇവിടെ നോക്കൂ, 3 piനെ ഡിവൈഡ് ചെയ്യണം. pi എന്താ? ഏതൊക്കെയാണ് pi? 1 to k വരെയുള്ള pi's ആണ്. അതായത് p1 p2 എക്സെട്ര pk. ഓക്കെ, അതായത് 3 ഇതിലുള്ള ഏതെങ്കിലും ഒരു പ്രൈമിനെ ഡിവൈഡ് ചെയ്യണം. ഇതൊക്കെ എന്താണ്? പ്രൈംസ് ആണ്. ഇതിന് ഈ പ്രൈം 3 ഡിവൈഡ് ചെയ്യുമോ? ഇല്ല.
അല്ല 3 എന്തില്ല, ഇതിനൊന്നും ഡിവൈഡ് ചെയ്യില്ല. കാരണം എന്താണ്, ഇതെല്ലാം ഓരോന്നും P1 ആണെങ്കിലും P2 ആണെങ്കിലും എക്സെട്ര PQ ഇതൊക്കെ എന്താണ്, പ്രൈംസ് ആണ്. സോ അതിന് ഈ പ്രൈം 3 എന്തായാലും ഇതിനെ ഡിവൈഡ് ചെയ്യില്ല. ഓക്കെ, സോ ദിസ് ബോത്ത് ആർ ഇമ്പോസിബിൾ. സോ എന്താണ് നമുക്ക് കിട്ടിയത്, P എന്ന് പറയുന്ന ഒരു പ്രൈം ഫാക്ടർ ഉണ്ട് ഓഫ് ദ ഫോം 4n+3 എടുത്തു. ആ P ഈക്വൽ ടു 3 എന്നെടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അവിടെ ഒരു ഇമ്പോസിബിൾ കണ്ടീഷൻ കിട്ടി. അപ്പോൾ അവിടെയും നമുക്ക് എന്ത് കിട്ടി, ഒരു കോൺട്രഡിക്ഷൻ കിട്ടുന്നുണ്ട്. ഇനി നെക്സ്റ്റ്, അതായത് P ഈക്വൽ ടു 3 എന്നുള്ള കണ്ടീഷൻ എന്തല്ല, പോസിബിൾ അല്ല. പിന്നെ P ഈക്വൽ ടു എന്താവാം, PI, അല്ലെങ്കിൽ അതായത് PI ഫോർ സം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I ലെസ് ദാൻ ഓർ ഈക്വൽ ടു K. സോ സപ്പോസ് ദാറ്റ് P ഈസ് ഈക്വൽ ടു PI ഫോർ സം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I ലെസ് ദാൻ ഓർ ഈക്വൽ ടു K. അപ്പോൾ 1 to K വരെ ഉള്ളതിലുള്ള ഏതെങ്കിലും ഒരു പ്രൈം PI ആണ് P എന്ന് സപ്പോസ് ചെയ്തു. ദെൻ P ഡിവൈഡ്സ് N, അല്ലേ? P എന്ന് പറയുന്നത് എന്താണ് നമ്മൾ കൺസിഡർ ചെയ്തത്, P എന്ന് പറയുന്നത് പ്രൈം ഫാക്ടർ ഓഫ് N ആയിട്ടാണ് P കൺസിഡർ ചെയ്തത്. സോ P എന്ത് ചെയ്യും, ഇറ്റ് ഈസ് എ ഫാക്ടർ ഓഫ് N. സോ P ഡിവൈഡ്സ് N ആൻഡ് P ഡിവൈഡ്സ് 4 ഇൻറ്റു P1 ഇൻറ്റു P2 ഇൻറ്റു എക്സെട്ര PK. കാരണം എന്താണ്, നമ്മൾ P ഈക്വൽ ടു PI ആണ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I ലെസ് ദാൻ ഓർ ഈക്വൽ ടു K. അതായത് P എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു P1 അല്ലെങ്കിൽ P ഈസ് ഈക്വൽ ടു P2 അല്ലെങ്കിൽ എക്സെട്ര P ഈക്വൽ ടു PK. അതിൽ ഏതോ ഒന്നാണ് ഈ P ആയിട്ട് എടുത്തത്. സോ എന്ത് ചെയ്യും, P എന്തിന് ഡിവൈഡ് ചെയ്യും, അതിൻ്റെ പ്രൊഡക്റ്റ് 4 ഇൻറ്റു P1 ഇൻറ്റു P2 ഇൻറ്റു എക്സെട്ര PKനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, സോ P ഡിവൈഡ്സ് N ആൻഡ് P ഡിവൈഡ്സ് 4 ഇൻറ്റു P1 ഇൻറ്റു P2 ഇൻറ്റു എക്സെട്ര PK. സോ നമുക്ക് എന്ത് പറയാം, ഈ Nനെയും 4 ഇൻറ്റു P1 ഇൻറ്റു P2 ഇൻറ്റു എക്സെട്ര PKനെയും P ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ എന്ത് ചെയ്യും, P ഡിവൈഡ് ചെയ്യും. ദാറ്റ് ഈസ് P ഡിവൈഡ്സ് N മൈനസ് 4 ഇൻറ്റു P1 ഇൻറ്റു P2 ഇൻറ്റു എക്സെട്ര PK. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, N മൈനസ് 4 ഇൻറ്റു P1 ഇൻറ്റു P2 ഇൻറ്റു എക്സെട്ര PK എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ദാറ്റ് ഈസ് നമുക്കിവിടെ എന്ത് കിട്ടി, P ഡിവൈഡ്സ് 3 എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെ ഒരു P നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുമോ, അതായത് 3നെ ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രൈം 3 അല്ലാത്ത ഒരു പ്രൈം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഇല്ല. 3ൻ്റെ ഫാക്ടേഴ്സ് ഇതൊക്കെ 1ഉം 3ഉം ആണ്. അപ്പോൾ 3നെ ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സ് ഒന്നെങ്കിൽ P ഏതാവാം 1 ആവാം, അല്ലെങ്കിൽ P എന്താവാം 3 ആവാം. അപ്പോൾ 1 P എന്താണ്, നമ്മളൊരു പ്രൈമാണ്. സോ P ഈസ് നോട്ട് ഈക്വൽ ടു 1. പിന്നെ P ഈക്വൽ ടു 3 ആണ്. പക്ഷെ നമ്മളിവിടെ Pനെ എങ്ങനെ കൺസിഡർ ചെയ്തത്, P ഈക്വൽ ടു PI ഫോർ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I ലെസ് ദാൻ ഓർ ഈക്വൽ ടു I ലെസ് ദാൻ ഓർ ഈക്വൽ ടു K ആണ്. അതായത് നമ്മൾ 3 കഴിഞ്ഞിട്ടുള്ള പ്രൈംസിനെയാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ P ഒന്നെങ്കിൽ P ഈക്വൽ ടു എന്താവണം 1 ആവണം, അല്ലെങ്കിൽ P ഈക്വൽ ടു 3 ആവണം. അത് രണ്ടും ഇവിടെ പോസിബിൾ അല്ല. സോ വീണ്ടും ഇതെന്താണ്, ഒരു കോൺട്രഡിക്ഷൻ ആണ്. സോ ബോത്ത് കേസസ്, അതായത് P ഈക്വൽ ടു P0 എന്നെടുക്കുമ്പോഴും അല്ലെങ്കിൽ P ഈക്വൽ ടു P1 P2 എക്സെട്ര PK, അത് ഏതെടുക്കുമ്പോഴും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോൺട്രഡിക്ഷൻ കിട്ടുന്നുണ്ട്. സോ നമ്മൾ എല്ലാ കേസിലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോൺട്രഡിക്ഷൻ കിട്ടുന്നുണ്ട്. സോ എല്ലാ കേസുകളിലും, അതായത് നമ്മൾ N എന്ന് പറയുന്ന ഒരു നമ്പർ, അതായത് നമ്മൾ ഫൈനൈറ്റ് പ്രൈംസ് P0 P1 എക്സെട്ര PK ആണ് ഉള്ളത് ഓഫ് ദ ഫോം 4n+3 എന്നെടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എല്ലാ കേസിലും നമ്മളൊരു N ഡിഫൈൻ ചെയ്തു. ആ N പ്രൈം ആകുമ്പോഴും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഒരു കോൺട്രഡിക്ഷൻ കിട്ടുന്നുണ്ട്. ആ N കോമ്പോസിറ്റ് ആകുമ്പോഴും എന്ത് ചെയ്യുന്നു, നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടുന്നു. സോ N കോമ്പോസിറ്റും ആകാൻ പറ്റില്ല, പ്രൈമും ആകാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇൻറ്റിജർ എക്സിസ്റ്റ് ചെയ്യുമോ, പ്രൈമോ കോമ്പോസിറ്റോ അല്ലാത്തൊരു ഇൻറ്റിജർ എക്സിസ്റ്റ് ചെയ്യില്ല. സോ അതെന്താണ്, ഒരു കോൺട്രഡിക്ഷനാണ്. സോ ഈ ഒരു കോൺട്രഡിക്ഷൻ വരാനുള്ള കാരണം എന്താണ്, നമ്മൾ ഫൈനൈറ്റ് പ്രൈംസ് ഉള്ളൂ ഓഫ് ദ ഫോം 4n+3 എന്ന് കൺസിഡർ ചെയ്തതുകൊണ്ടാണ്. സോ ദർ ആർ ഇൻഫൈനൈറ്റ്ലി മെനി പ്രൈംസ് ഓഫ് ദ ഫോം 4n+3.